വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷിബി. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്കൊരു ഗസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അത് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഇത് 2 പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടിലാണ് അവരെയൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ പല്ലൊക്കെ തേച്ച് പ്രാർത്ഥിച്ചു. ഇത് എൻ്റെ എക്സസൈസസും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇന്ന് കിച്ചണിൽ വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ആയിരുന്നു കേട്ടോ. ഇന്ന് ദോശയൊന്നും ഉണ്ടാക്കിയില്ല, കാരണം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഗസ്റ്റ് വരുന്നതുകൊണ്ട് ഒത്തിരി കുക്കിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓട്സ് ആക്കി. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഞാൻ 1 കിലോ ബീഫ് കറി വയ്ക്കാനായിട്ട് എടുത്തിരിക്കുകയാണ്. കറി വയ്ക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് കട്ട്ലറ്റിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുമിച്ച് എല്ലാ മസാലയും കൂടെ ഇട്ടിട്ട് ഞാൻ ഒരുമിച്ച് വേവിച്ചെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ബീഫ് കട്ട്ലറ്റിന് എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ, പെരുംജീരകത്തിൻ്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗ്രീൻ ചില്ലി പേസ്റ്റ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെച്ചിരുന്നാൽ നല്ലതാണ്. കാരണം അത് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് മീറ്റിൽ പിടിക്കും. പക്ഷേ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാനതങ്ങ് ഉടനെ തന്നെ കുക്കറിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്തു. ഒരു 6 വിസിൽ. ബീഫ് എപ്പോഴും ഓരോ ബീഫിനും ഓരോ അതിൻ്റെ വേകുന്ന സമയം പ്രത്യേകമാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ 6 വിസിൽ കേൾപ്പിക്കുന്നത് വരെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ ബിരിയാണി മാത്രമല്ല, പിന്നെ കുറച്ച് ബട്ടർ ചിക്കനും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബട്ടർ ചിക്കൻ ഉള്ളത് ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് ബിരിയാണിക്കുള്ള ചിക്കനും കൂടെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ഗ്രീൻ ചില്ലി ഇടാം. ഞാൻ ഗ്രീൻ ചില്ലി പേസ്റ്റ് ഉള്ളതുകൊണ്ട് അതിട്ടു. പിന്നെ കുറച്ച് ഒരു 2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, ഉപ്പ് എല്ലാം ആവശ്യത്തിനിടുക. പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടെ ഞാൻ അതിൽ പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഇതിന് ഫ്രിഡ്ജിൽ കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പോവാണ്. ഇത് ബട്ടർ ചിക്കനുള്ളതാണ്. അതിൽ ഗ്രീൻ ചില്ലി പേസ്റ്റിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഇത്തിരി ഗരം മസാല, പിന്നെ നാരങ്ങാ നീരിന് പകരം ഞാൻ അന്ന് നാരങ്ങ ക്യൂബ്സ് ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ, അതും ഉപ്പും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ രാവിലെ ഒരു 10-10:30 ആയപ്പോഴത്തേലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. മാരിനേറ്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചു. ബീഫൊക്കെ വേവിച്ച് വെച്ചു. ഇത് കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പുഴുങ്ങി വെച്ചതിന് ശേഷം എനിക്ക് വേറെ ജോലികളുണ്ടായിരുന്നു, ക്ലീനിങ് ഒക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുളിച്ച് വന്നിട്ട് പിന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന മറ്റേ സ്റ്റിക്ക് വാക്യൂം ക്ലീനർ. അപ്പോൾ ഇത് ബ്ലാക്ക് ഡെക്കർ എന്നുള്ള ആ കമ്പനിയുടേതാണ് കേട്ടോ. ഇത് ഞാൻ മേടിക്കുമ്പോൾ ഇത് 8000 റുപ്പീസ് എങ്ങാണ്ടായി. ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഇത് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കൊന്നും പ്രശ്നമില്ലാത്തവർക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ്. കണ്ടോ, ഇതാണ് അതിൻ്റെ ആ ഒരു ബാറ്ററി. അപ്പോൾ ആ ബാറ്ററി നമ്മൾ ആദ്യമേ പവർ കൊടുത്ത് ഒരു 5 hours പവർ കൊടുത്തതിന് ശേഷം വേണം ഇതിൽ കണക്ട് ചെയ്തിട്ട്. ഇത് വയർലെസ് ആണ് കേട്ടോ, കോഡ്ലെസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് നടന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്. മീൻസ് ഇതിന് കോഡ്ലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് എല്ലായിടത്തും പോകാൻ പറ്റും. മറ്റേ കോഡുള്ളതാണെങ്കിൽ അതിന് ഒരു നിശ്ചിത ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് കഴിയുമ്പോൾ പറ്റത്തില്ല. കണ്ടോ, ഇതിൽ 2 ലൈറ്റ്സും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ഫൈൻ ഡസ്റ്റുകൾ വരെ ഈ ലൈറ്റ് കണ്ടുപിടിച്ച് അതിലിട്ട് കയറും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഡ്യൂട്ടി അല്ല സ്റ്റിക്ക് വാക്യൂം ക്ലീനേഴ്സ് ഒന്നും. അത് നമ്മുടെ ഈ മുടി, പിന്നെ ചെറിയ പൊടികൾ, പിന്നെ നമ്മൾ തയ്ക്കുമ്പോഴുള്ള ഓരോ ഇതുണ്ടല്ലോ, തയ്ക്കുമ്പോൾ വീഴുന്ന നൂല്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എത്ര അടിച്ചു വാരിയിരുന്നിരുന്നാലും അത് പോവില്ല. അപ്പോൾ ഈ വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും.
വലുതായിട്ടുള്ള വലിയ പേപ്പർ കഷ്ണങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതെടുക്കത്തില്ല കേട്ടോ. അപ്പോൾ ചെറിയ ഇതിനുള്ള ഒരു വാക്യൂം ക്ലീനറാണ്. പിന്നെ അതിൻ്റെ ഡസ്റ്റ് ബിന്നാണ് കേട്ടോ അത്. അപ്പോൾ അതിലാണ് ഡസ്റ്റ് വന്ന് അടിയുന്നത്. എന്നിട്ട് അത് നമ്മളിങ്ങനെ ആ ഡസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് അത് ഇങ്ങനെ അടച്ച് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ മേളിൽ ഇവിടെയാണ് അതിൻ്റെ മെയിൻ കണക്ഷൻ. ഇതിൽ കൂടെയാണ് കംപ്ലീറ്റ് ആയിട്ട് അത് സക്ക് ചെയ്യുന്ന പോർഷൻ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വാഷ് ചെയ്തൊക്കെ വെക്കാം. എനിക്ക് കുറച്ച് അതിൻ്റെ എന്താ പറയുന്നത് ഒരു പേടിയായതുകൊണ്ട് ഞാനത് പൊടി തട്ടിക്കളയത്തേ ഉള്ളൂ. ഇതുവരെ എടുത്ത് വാഷ് ചെയ്യാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ ഞാനതും പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു 2.5 കിലോസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ വെയിറ്റ്. അപ്പം എൻ്റെ കൈക്ക് ഈസി ആവാൻ വേണ്ടി ഞാൻ എടുത്തെങ്കിലും പക്ഷേ കൈക്ക് നല്ല ഭാരമുണ്ട്. അപ്പോൾ കൈക്കൊന്നും പ്രശ്നമില്ലാത്തവർക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ്. എന്നാലും ഞാൻ അത്യാവശ്യം ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ബാറ്ററി. അതിൻ്റെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഇതുപോലെ ചാർജറിൽ കൊടുത്തിട്ട് ഇത് കണ്ടോ ആ ഒരു ലൈറ്റ് ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് കംപ്ലീറ്റ് ഗ്രീൻ ആവുന്നത് വരെ അത് നമ്മൾ ചാർജിലിട്ട് കൊടുത്തേക്കുക. അതിനുശേഷം ഞാൻ വന്നിട്ട് ഇത് ബാത്റൂംസ് രണ്ടും ക്ലീൻ ചെയ്തിടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവർ വരുന്നതിന് മുന്നായിട്ട് എനിക്ക് കംപ്ലീറ്റ് ഇങ്ങനെയുള്ളതെന്ന് വെച്ചാൽ അവരിന്നൊരു ദിവസത്തേക്ക് ഇവിടെ സ്റ്റേ ചെയ്യുന്നുമുണ്ട്. അപ്പം എല്ലാം ഞാൻ ക്ലീൻ ചെയ്തൊക്കെ ഇടുകയാണ്. വീട് ഞാൻ അടിച്ചു വാരി ഇടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനൊരു 2 ദിവസം മുന്നേ ഞാൻ തുടച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെയും തുടയ്ക്കാനായിട്ട് ഞാൻ പോയില്ല. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ ഇതിപ്പം ഞാൻ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും കേട്ടോ. അപ്പോൾ അത് കാണുന്നവർക്കും ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പിന്നെ എനിക്കാണേലും അത് എഡിറ്റിങ്ങിന് ഒത്തിരി സമയം വേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് 2 പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ ആണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഞാൻ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ബട്ടറിലാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബട്ടർ ചിക്കൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ബട്ടറാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ബട്ടറിൽ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അടുത്ത ഇതിൽ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാള ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോവാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ നിന്നിട്ട് ഞാൻ ഇതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള ഒക്കെ കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് സവാള ഞാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് ട്രിപ്പ് വറുക്കുവാണ്. അപ്പോൾ ഈ ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് ഫ്രൈ ആയി ഹാർഡ് ആവേണ്ട ആവശ്യമില്ല. കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേൽ നമുക്ക് എന്ന് വെച്ചാൽ ചിക്കനൊന്നും വേകാനായിട്ട് ഒരുപാട് സമയം വേണ്ടല്ലോ. അപ്പോൾ ആ ഒരു ജ്യൂസി ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്ത് മാറ്റുക. ഒരുപാട് ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ അതൊരു എന്താ പറയുന്ന ഒരു ഹാർഡ് ടേസ്റ്റ് വരുമ്പോഴത്തേൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഈ ആ ഒരു കറക്റ്റ് നമ്മൾ ഒരുപാട് ഇങ്ങനെ ഹാർഡ് ആവാത്ത രീതിയിൽ സോഫ്റ്റായിട്ട് തന്നെ ഇതാക്കി കഴിയുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ബട്ടർ പോരാണ്ട് വന്നു. അപ്പോൾ ഒരു പീസ് ബട്ടറും കൂടി ഇട്ടിട്ട് ഞാൻ ബാക്കിയുള്ള ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോഴേക്കും വീണ്ടും ബാക്കിയുള്ള സവാളയും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ചിക്കൻ ഈ ബിരിയാണിക്കുള്ള ചിക്കനും കൂടെ ഫ്രൈ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഫ്രൈഡ് ചിക്കൻ വെച്ചിട്ടാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിരിയാണി അരിയും ആവശ്യത്തിന് ഞാൻ അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ബിരിയാണിക്കുള്ള അരിയൊക്കെ കഴുകി കുതിർത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കഴുകാനായിട്ട് ആ അരിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 4 ഗ്ലാസ് അടുപ്പിച്ച് ആണ് റൈസ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അത് കഴുകി കുതിരാൻ വെച്ചതിന് ശേഷം ബട്ടർ ചിക്കനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ അതിനാവശ്യമുള്ള സവാള ഒരു 4 സവാളയോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, മീഡിയം സൈസ്. ആ സവാളയും ബട്ടറിൽ തന്നെ നന്നായിട്ട് ഒന്ന് ജസ്റ്റ് അതൊന്ന് സോഫ്റ്റൻ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റാണ് കാഷ്യൂനട്ട്, അതും ഇട്ട് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഉടനെ തന്നെ ഒരു 4 മുതൽ 5 ടൊമാറ്റോ വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടൊമാറ്റോയും കൂടെ
നന്നായിട്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള കറികൾക്ക് നല്ല പഴുത്ത ടൊമാറ്റോ തന്നെ എടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തത് ഒരു 2-3 ഏലക്കയും ഒരു 2 കരയാമ്പൂവും ആണ് ഇട്ട് കൊടുത്തത്. മറ്റേ പട്ട എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു 1.5 കപ്പോളം, കാരണം ഇതിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് ഞാനൊരു 1.5 കപ്പ് തിളച്ച വെള്ളം തന്നെ അതിലൊഴിച്ച് വീണ്ടും അതൊന്ന് നന്നായിട്ട് വേകാനായിട്ട് വെക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം, നന്നായിട്ട് തിളച്ച് ഒന്ന് വെന്തത് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ, അതായത് ഒന്ന് കുറുകാൻ തുടങ്ങുമ്പോഴേക്കും നമ്മളത് ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം അത് നന്നായിട്ട് തണുത്തതിന് ശേഷം, ഒട്ടും ചൂട് പാടില്ല, നന്നായിട്ട് തണുത്തതിന് ശേഷം അത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അത് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പം അത് അരിച്ചെടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറിക്കിട്ടും. അതിൻ്റെ ആ ഒരു പേസ്റ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ട് ബട്ടർ ചിക്കൻ കിട്ടും. അതുകൊണ്ടാണ് ഇതിപ്പോൾ അരച്ചില്ല, മീൻസ് അരിച്ചില്ലെങ്കിലും സ്ട്രെയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഇട്ടിരുന്നാലും കുഴപ്പമില്ല. ഇതിൽ ഇത്രയും കൊറ്റ ബാക്കി വന്നു, അതുകൊണ്ടാണ് ഞാനത് അരിച്ചെടുത്തത്. അത് മാറ്റിയതിന് ശേഷം ഞാൻ ആ അരിച്ചെടുത്ത ആ മസാല ആണ് പിന്നെ തിളപ്പിച്ചെടുത്തത്. അത് ഞാൻ ഒരു പാനിലാക്കി അതൊന്ന് ജസ്റ്റ് തിളയ്ക്കാൻ വേണ്ടി വെച്ചു. അത് തിളച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊന്നും എന്താ പറയുക, ക്യാമറ ഓഫായിപ്പോയി. അപ്പോൾ അത് ഓൺ ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ടാണ് കേട്ടോ അത് കിട്ടാതെ പോയത്. അപ്പം ഇടയ്ക്ക് നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പം എല്ലാം എന്താ പറയുന്നത്, വീഡിയോഗ്രാഫി കം കുക്കിംഗ് കം പിന്നെ എഡിറ്റിംഗ് കം വോയിസ് ഓവർ കം, അങ്ങനെ എല്ലാം കം ആയിട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ചിങ്ങനെ മറവികളൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/4 കപ്പിലും കുറച്ചും കൂടെ കൂടുതൽ ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫ്രഷ് ക്രീമും ഒക്കെ കൂടെ ചേർന്ന് വരുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. 1/4 കപ്പിൻ്റെ കപ്പാണ്, അതിൽ കുറച്ചും കൂടെ ഫ്രഷ് ക്രീമും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ക്രീം ആദ്യം എനിക്ക് കുറവാണെന്ന് തോന്നി, അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഒഴിച്ചത്. അതിനുശേഷം അതിൻ്റെ മെയിൻ അടുത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കസൂരി മേത്തി. അപ്പോൾ കസൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവ ഇല ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഓഫ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയേ ഉൾപ്പെടുത്തുന്നുള്ളൂ. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിലാണ് ഗസ്റ്റിനെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചെയ്തിട്ടില്ലാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.